ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴയൊക്കെ ആയിരുന്നില്ലേ, അപ്പോൾ എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. നമുക്കിവിടെ വെള്ളത്തിൻ്റെ പ്രശ്നം അധികം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കാറ്റായിരുന്നു. അപ്പോൾ കാറ്റത്ത് കുറേ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴുക അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടായി. 2-3 ദിവസം കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറി വെയിലൊക്കെ ആയി തുടങ്ങിയില്ലേ, അപ്പോൾ ഞാനൊരു ചെടി നടാമെന്ന് കരുതി. ചെടികളും പൂക്കളും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ. മുറ്റത്തൊക്കെ ചെടിയും പൂക്കളൊക്കെ നിൽക്കുന്നത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, ചെടി നടാനും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ചെടി നടാനെടുത്തപ്പോൾ ഞാൻ കരുതി ആ വീഡിയോ നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെൻഡാനസ് പ്ലാന്റ് എങ്ങനെ നടാം എന്നുള്ളതാണ്. അധികം കെയറൊന്നും ഇല്ലാതെ തന്നെ വേഗത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റാണിത്. ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ധാരാളം തൈകൾ ഇതിന് ഉണ്ടായി വരും. ഞാനിവിടെ പെൻഡാനസ് പ്ലാന്റിന് 2 തൈ വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം 20 രൂപ റേറ്റിലാണ് വാങ്ങിയിട്ടുള്ളത്. ആദ്യം തന്നെ ഞാൻ ഒരു ചട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ നേരത്തെ ഞാൻ ചെടി നട്ടിരുന്നതാണ്, അതുകൊണ്ട് മണ്ണൊക്കെ ഒന്ന് തട്ടി മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഓടിൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. മണ്ണ് ചട്ടിക്കടിയിൽ കട്ട പിടിക്കാതിരിക്കാനും വെള്ളം നന്നായിട്ട് വാർന്നു പോകാനും ഇത് സഹായിക്കും. അതിനുശേഷം കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമുക്ക് ആ ചെടിയൊന്ന് പുറത്തെടുക്കാം. അതിൽ ഉണങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ ഒന്ന് പറിച്ച് കളയുന്നുണ്ട്. മണ്ണ് വേരിൽ നിന്ന് അടർന്നു പോകാതെ തന്നെ എന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിക്കുള്ളിലേക്ക് വെച്ച് കൊടുക്കാം. ആദ്യം ഞാൻ ചട്ടിയുടെ പകുതിയോളം മണ്ണ് നിറച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ബാക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണ് കൂടി ചട്ടിയിലേക്ക് നിറച്ച് കൊടുക്കാം. അങ്ങനെ പ്ലാന്റ് ഈ ചട്ടിയിലേക്ക് നട്ടെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത തൈ കൂടി ഇപ്പോൾ നട്ടതുപോലെ തന്നെ ഒരു ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് വെയിൽ വേണ്ടുന്ന ഒരു പ്ലാന്റാണിത്. നന്നായിട്ട് വെയിൽ കിട്ടുമ്പോഴാണ് ഇലകൾക്ക് നല്ല മഞ്ഞ കളറൊക്കെ ഉണ്ടാകുന്നത്. തണലത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇതിൽ മഞ്ഞ കളർ കുറഞ്ഞിട്ട് പച്ച കളറായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. വീട്ടിൽ ബോർഡറായിട്ടൊക്കെ കൊടുക്കാനായിട്ട് പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. എനിക്കങ്ങനെ ബോർഡറായിട്ട് കൊടുക്കാൻ പാകത്തിനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയത്. ഒരുപാട് കെയറൊന്നും ഇല്ലാതെ നല്ല ഭംഗിയിലും പെട്ടെന്ന് വളർന്ന് കിട്ടുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ നമ്മളിവിടെ 2ാമത്തെ പ്ലാന്റ് നട്ട് കഴിഞ്ഞു. ഇനി ആവശ്യത്തിന് ഇടയ്ക്ക് വെള്ളം നനച്ച് കൊടുത്താൽ മതി. മണ്ണ് റെഡിയാക്കി എടുത്തപ്പോൾ അതിനകത്ത് അത്യാവശ്യം വളങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.